ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട IT സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് വിപ്രോ. വിപ്രോയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂവിൽ 1%, പ്രോഫിറ്റിൽ 26% വർധനവുണ്ടായിട്ടുണ്ട്. മാക്രോ എക്കോണമിക് കണ്ടീഷൻസ് മോശമായിട്ടും കമ്പനിക്ക് മികച്ച രീതിയിലുള്ള ഓർഡറുകൾ ലഭിച്ചു. ടോട്ടൽ കോൺട്രാക്റ്റ് വാല്യൂവിലും വർധനവുണ്ടായിട്ടുണ്ട്. ഇനി വിപ്രോയുടെ ക്വാർട്ടർലി റിസൾട്ട് ഒരൽപ്പം വിശദമായി പരിശോധിക്കാം. കമ്പനിയുടെ പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 25% വർദ്ധിച്ചിട്ടുണ്ട്. പ്രോഫിറ്റ് 2834 കോടിയിൽ നിന്നും 3569 കോടിയിലേക്ക് ഉയർന്നു. അതേസമയം കൺസോളിഡേറ്റഡ് റവന്യൂവിൽ 1.3% വർധനവാണ് ഉണ്ടായത്. 22,208 കോടിയിൽ നിന്നും 22,504 കോടിയിലേക്കാണ് കൺസോളിഡേറ്റഡ് റവന്യൂ വർദ്ധിച്ചിരിക്കുന്നത്. IT സർവീസ് സെഗ്മെൻറ്റിൽ നിന്നുള്ള റവന്യൂവിൽ ഇയർ ഓൺ ഇയറിൽ 2.3% ഇടിവുണ്ടായി. $2,596 മില്യൺ റവന്യൂ ആണ് IT സർവീസ് സെഗ്മെൻറ്റിൽ നിന്നും കമ്പനി നേടിയെടുത്തത്. അതേസമയം Q4 മാർജിനിൽ 1.1% വർധനവുണ്ടായിട്ടുണ്ട്. മാർജിൻ 17.5% ഉയർന്നു. കൂടാതെ വിപ്രോയുടെ ഏണിംഗ് പെർ ഷെയർ 3.40 രൂപ വർദ്ധിച്ചിട്ടുണ്ട്. ഏണിംഗ് പെർ ഷെയറിൽ 6.2% വർധനവുണ്ടായി. എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ കമ്പനിയുടെ പെർഫോമൻസ് നോക്കിയാലും ഡീസൻ്റ് ആണ്. അതേസമയം 2026 ഫിനാൻഷ്യൽ ഇയറിലെ ഫസ്റ്റ് ക്വാർട്ടറിലേക്കുള്ള ഔട്ട്ലുക്ക് നമ്മൾ പരിശോധിച്ചാൽ, അല്ലെങ്കിൽ എസ്റ്റിമേഷൻ നമ്മൾ പരിശോധിച്ചാൽ, IT സർവീസ് സെഗ്മെൻറ്റിൽ നിന്നുള്ള റവന്യൂവിൽ 1.5 മുതൽ 3.5% ഇടിവ് വന്നേക്കാം. ഇതുമൂലം IT സർവീസ് സെഗ്മെൻറ്റിൽ നിന്നുള്ള റവന്യൂ $2,505 മില്യൺ 2,557 മില്യൺ ഇടയിലേക്ക് എത്തുമെന്നാണ് അനലിസ്റ്റുകളുടെ എസ്റ്റിമേഷൻ. കൂടാതെ കോൺസ്റ്റന്റ് കറൻസി റവന്യൂ ഗ്രോത്തിലും 1.5 മുതൽ 3.5% ഇടിവ് വരാൻ സാധ്യതയുണ്ട്. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് വിപ്രോ 6 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ വിപ്രോയുടെ അട്രീഷൻ റേറ്റ് 15% അടുത്തായി തുടരുന്നു. ഇനി എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനി $3,955 മില്യൺ ടോട്ടൽ ഡീലുകളാണ് നേടിയത്. ഇത് കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 13.4% ഉയർന്നിട്ടുണ്ട്. 2025 ഫിനാൻഷ്യൽ ഇയറിലെ Q4 മാത്രം $1,763 മില്യൺ ടോട്ടൽ ഡീൽ നേടിയിട്ടുണ്ട്. ഇതിൽ 2 മെഗാ ഡീലുകളും ഉൾപ്പെടുന്നുണ്ട്. ഇയർ ഓൺ ഇയറിൽ 2025 ഫിനാൻഷ്യൽ ഇയറിലെ Q4 ടോട്ടൽ ഡീലുകളുടെ എണ്ണത്തിൽ 48.5% വർധനവുണ്ടായി. വിപ്രോയുടെ ക്വാർട്ടർലി റിസൾട്ട് വന്നതിനു ശേഷം അമേരിക്കൻ മാർക്കറ്റിൽ ലിസ്റ്റഡായ കമ്പനിയുടെ ADR വെർഷനിൽ 3% ഇടിവ് വന്നിരുന്നു. അതിനുശേഷം ADR വെർഷൻ ഗ്രാജ്വലി റിക്കവർ ആവുകയും 1.48% ഉയർന്ന് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. വിപ്രോയുടെ ക്വാർട്ടർലി റിസൾട്ടിലെ ചില വീക്ക് പോയിന്റുകൾ കൂടി മനസ്സിലാക്കാം. ഒന്നാമത്തേത് 2026 ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള കമ്പനിയുടെ ഗ്രോത്ത് ഗൈഡൻസ് വളരെ വീക്കാണ്. കോൺസ്റ്റന്റ് കറൻസി റവന്യൂ ഗ്രോത്തിൽ 1.5 മുതൽ 3.5% ഇടിവ് വരുമെന്നും $2,505 മില്യൺ മുതൽ $2,557 മില്യൺ കമ്പനിയുടെ കോൺസ്റ്റന്റ് കറൻസി റവന്യൂ എത്തുക എന്നുമാണ് വിപ്രോയുടെ അനുമാനം. ഇത് ഒരു ഫ്ലാറ്റ് ഔട്ട്ലുക്കിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഗ്രോത്ത് ഗൈഡൻസ് കുറയുന്നത് IT സെക്ടറിലെ കമ്പനിയെ സംബന്ധിക്കുന്ന ഒരു പ്രധാന കൺസേണായി മാറിയിട്ടുണ്ട്. രണ്ടാമത്തേത് അമേരിക്ക ഏർപ്പെടുത്തിയ ഉയർന്ന താരിഫുകളുടെ ഇമ്പാക്റ്റ് വിപ്രോ എന്ന കമ്പനിയെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം വിപ്രോയുടെ പ്രധാന ക്ലയൻറ്റുകളെല്ലാം താരിഫിൻ്റെ പശ്ചാത്തലത്തിൽ ചിലവ് കുറയ്ക്കാൻ നിർബന്ധിതരായേക്കും. ഇത് വിപ്രോയുടെ ഡിസ്ക്രിഷണറി സ്പെൻഡിങ്ങിനെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്കൻ മാർക്കറ്റിലും ഒരു സ്ലോ ഡൗൺ ഉണ്ടായേക്കും. ഇതും വിപ്രോയുടെ പെർഫോമൻസിനെ ഫ്യൂച്ചറിൽ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുള്ള ഒരു ഫാക്റ്റാണ്. കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 26% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചെങ്കിലും പ്രധാന സെക്ടറായ IT സർവീസ് സെക്ടറിൽ ഇപ്പോഴും സെല്ലിംഗ് പ്രഷർ, അല്ലെങ്കിൽ IT സർവീസ് സെക്ടർ ഇപ്പോഴും പ്രഷറിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം IT സർവീസ് സെക്ടറിൽ നിന്നുള്ള റവന്യൂ ഇയർ ഓൺ ഇയറിൽ 2.3% ഇടിഞ്ഞു. പ്രോഫിറ്റ് മാർജിനും 17.5% എന്ന നിലയ്ക്ക് മാറ്റമില്ലാതെ തുടരുന്നു. ഏറ്റവും പ്രധാന സെക്ടർ മോശം പെർഫോമൻസ് ചെയ്യുന്നത് വിപ്രോയുടെ ഫ്യൂച്ചറിലുള്ള പെർഫോമൻസിനെ ചിലപ്പോൾ പ്രതികൂലമായി ബാധിച്ചേക്കാം. ഇനി അതിൻ്റെ പോസിറ്റീവ് ഫാക്റ്റ് നോക്കുകയാണെങ്കിൽ മാക്രോ എക്കോണമിക് കണ്ടീഷൻസ് മോശമായിട്ടും മികച്ച ഓർഡറുകൾ കമ്പനിക്ക് ലഭിക്കുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവ് ഫാക്റ്റും നമ്മൾക്ക് പ്രതീക്ഷ നൽകുന്നതുമായ ഒരു ഫാക്റ്റാണ്. TCS പോലെ തന്നെ വിപ്രോയ്ക്കും ഉയർന്ന ഓർഡറുകൾ ലഭിച്ചിട്ടുണ്ട്. ടോട്ടൽ കോൺട്രാക്റ്റ് വാല്യൂ ഇയർ ഓൺ ഇയറിൽ 48% വർദ്ധിച്ച് $1.76 ബില്യൺ ഉയരുകയും ചെയ്തു. കൂടാതെ വിപ്രോയുടെ അട്രീഷൻ റേറ്റിലും സ്ഥിരതയുണ്ട്. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ IT സെക്ടറിലെ സ്റ്റോക്കുകളിൽ ബോട്ടം വന്നെന്ന് നമ്മൾക്ക് ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് IT സെക്ടറിലെ സ്റ്റോക്കുകളെ കോഷ്യസ്
അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്